his PhD in biomedical signal processing from Aligarh Muslim University. Following his BTech from Government Engineering College, Thrissur, and MTech from NIT Calicut. Dr. Zaman served MES College of Engineering for 22 years, including as Vice Principal from 2013 to 2020. He has published numerous international papers and participated in conferences in Rome and Sharjah. An accomplished orator and writer, Dr. Zaman specializes in outcome-based education, school grading, and accreditation. He has led many workshops on NEP 2020 and its NCFS. Since June 2020, Dr. Zaman has been the CEO of the Integrated Education Council India, IECI, an NGO coordinating academic activities across various institutions. Mount Floor gives a red carpet welcome for Dr. Badiou Zaman to inaugurate this glorious function. Welcome, sir. Alhamdulillah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulihil Amin. Wa ala alihi wa sahbihi ajma'een. The most respected dignitaries who are present over the dais, respected parents, dear teachers, and my beloved students, Assalamu alaikum wa rahmatullahi wa barakatuh. In the very outset itself, I bow my head before Allah Almighty in gratitude, because everything happens because of His will, and nothing would have been possible without His boundless mercy. I am very happy today on many counts, because today is the annual day celebration, Bailey 2K25 of Mount Floor English School, which is one of the most prestigious institute among the fraternity of Vidya Council schools, which is coming under Integrated Education Council India, which cater the various needs of 85 schools and thereby 57,000 school students. Again, in the very beginning, I declare that Bailey 2K25 is open in the name of Allah the Almighty. Bismillahir Rahmanir Rahim. സ്കൂൾ വാർഷികങ്ങൾ എന്നത് സംസാരിക്കാൻ വളരെ പ്രയാസമുള്ള സദസ്സുകളിലൊന്നാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം ആരംഭിച്ചത് മുതൽ പലരും ആവർത്തിച്ച് പറയുന്നത് കേട്ടു, സ്കൂൾ വാർഷികമാണ്, അതുകൊണ്ട് പ്രസംഗ പ്രധാനമല്ല എന്ന്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ വിധിക്കപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സംസാരിക്കാതെ മറ്റു തരമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർക്ക് ട്വെയിൻ ആണ് എന്ന് തോന്നുന്നു. ഒരിക്കൽ പറഞ്ഞു, കുട്ടികൾ ചോദിക്കുന്നു, എല്ലാ പണികളും ചെയ്യുന്നത് ഞങ്ങളാണല്ലോ, പിന്നെ എന്തിനാണ് ശമ്പളം ടീച്ചർമാർക്ക് കൊടുക്കുന്നത് എന്ന്. സ്കൂൾ വാർഷികങ്ങളിൽ യഥാർത്ഥത്തിൽ വാർഷിക പരിപാടികൾ എന്ന് പറയുന്നത് കുട്ടികളുടേതാണ്. അതിനിടയിൽ ഈ മുതിർന്നവർക്ക് വന്ന് പ്രസംഗിക്കാൻ എന്ത് കാര്യം എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളുടെ മാത്രം ഇടപാടല്ല എന്നതിനാൽ ഇത്തരം ചില കാര്യങ്ങൾ ഇതിൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയങ്കരനായിരുന്ന അധ്യാപകൻ, എൻ്റെ ഗുരു ഡോക്ടർ കെ ബാലകൃഷ്ണൻ സാറ് ഒരിക്കൽ എന്നോട് ചോദിച്ചത് ഞാൻ അടുത്തിടെ ഒരു സ്കൂൾ വാർഷിക പരിപാടിയിൽ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, സമാൻ, ഒരല്പനിമിഷ നേരത്തേക്ക് ആളുകൾ നമ്മളെ വെറുക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിക്കുക എന്നറിയുമോ എന്ന് ചോദിച്ചു.
ആ ചോദ്യം കേട്ട് എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. സാർ എന്നോട് പറഞ്ഞു, സ്കൂൾ വാർഷികത്തിന് അതിഥിയായി ക്ഷണിക്കപ്പെടുക എന്നുള്ളതാണ്, ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിക്കുക എന്ന്. കാരണം അവിടെ കൂടിയ ആളുകളാരും അവിടെ നമ്മുടെ പ്രസംഗം കേൾക്കാനല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടത് മുതൽ, ഇവിടെ എത്തിയത് മുതൽ, ഇവിടെ സ്റ്റേജിലിരിക്കുന്ന സമയം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഈ ബോധവും ബോധ്യവും എനിക്കുണ്ട് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് ഉറപ്പ് തരികയാണ്. പക്ഷെ ചില കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് സംസാരിക്കേണ്ടി വരും. സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏകദേശം 5:15 മണി സമയത്ത് ഞാനിവിടെ വരുമ്പോൾ ഈ ഭാഗമൊക്കെ ഏകദേശം 3/4 ഭാഗത്തോളം ഫില്ലായിട്ടുണ്ട്. എൻ്റെ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഇടത് ഭാഗത്തുള്ള ഭാഗം. എൻ്റെ വലത് ഭാഗത്ത് ഏറെക്കുറെ 10% താഴെയായിരുന്നു കസേരയിൽ ആളുകൾ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അത് പുരുഷന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റുകളായിരിക്കുമെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ 7 മണിക്ക് ശേഷം എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളിൽ 2 ഭാഗത്തും സ്ത്രീകളാണ് എന്നുള്ളതിൽ നിന്ന് എൻ്റെ ആ ധാരണ തെറ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 10-25 വർഷത്തിനുള്ളിൽ മുസ്ലിം സമൂഹത്തിൽ സവിശേഷമായി സംഭവിച്ചിരിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ നിദർശനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പങ്കെടുത്ത കണ്ണൂർ ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂൾ പരിപാടിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെ ഞാനൊരു കഥ പറഞ്ഞിരുന്നു. എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഓപ്പൺ ഹൗസിന് ഞാൻ പോയപ്പോൾ, ഓപ്പൺ ഹൗസിൽ അല്ലെങ്കിൽ PTA മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധപൂർവം പാലിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഓപ്പൺ ഹൗസുകളും PTA മീറ്റിങ്ങുകളും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണോ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി. മലപ്പുറം ജില്ലയിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം സ്ത്രീകൾ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലാണ് സാധാരണ താമസിക്കാറുള്ളത്. അങ്ങനെ താമസിക്കുന്നിടത്ത് സാധാരണ സ്ത്രീകളുടെ ജോലിയുമായും കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നടന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പഠനങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജോലിയിലും കരിയറിലും പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശമ്പളം എന്ന് പറയുന്നത് മുഖ്യമായൊരു സംഗതിയല്ല, മറിച്ച് ഔട്ടിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യത, ഞാനതിനെ നെഗറ്റീവായിക്കൊണ്ടല്ല പറയുന്നത്, പോസിറ്റീവായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. സാമൂഹ്യ സംവിധാനങ്ങൾ, സാമൂഹ്യമായി ഇടപഴകലിനുള്ള അവസരങ്ങൾ കുറവായതുകൊണ്ട് അത് കിട്ടണമെന്ന് നമ്മളുടെ വനിതകൾ ആഗ്രഹിക്കുന്നതിൻ്റെ നിദർശനമാണ് പുറത്തേക്കുള്ള അത്തരം പോക്കുകൾ എന്നാണ് പോസിറ്റീവായി തന്നെ അതിനെ കാണാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ എനിക്കറിഞ്ഞുകൂടാ ഉളിയിൽ പ്രദേശത്തെ സാമൂഹ്യാവസ്ഥ എന്താണ് എന്നുള്ളത്. ഞങ്ങളുടെ അവിടെ പറയാറുള്ളത് കണ്ണൂർ ജില്ലയിലൊക്കെ തിരിച്ചാണ് ഉണ്ടാവാറുള്ളതെന്നാണ്. പുരുഷന്മാർ വിവാഹശേഷം ഭാര്യയുടെ വീട്ടിലാണ് യഥാർത്ഥത്തിൽ താമസിക്കുക എന്നുള്ളത്. അത് വിദ്യാഭ്യാസത്തിന് കുറെ കൂടി അനുകൂലമായ സാഹചര്യമാണ് അത്തരം സംവിധാനം സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള സ്ത്രീകൾ അസൂയാപൂർവം ഇവിടെയുള്ള ആളുകളെ നോക്കിക്കാണുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പുരോഗതി ഇവിടെ ഉണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. 1750 കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ളത് ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ കൂടി സൃഷ്ടിയാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ കാണുന്ന പ്രപ്പോർഷനിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, ഇവിടെ എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണത്തിൽ ആൺ പെൺ അനുപാതത്തിൽ കാണുന്ന വ്യത്യാസമെന്ന് പറയുന്നത് അത്ര പോസിറ്റീവായി മാത്രം കാണുന്ന ഒരാളല്ല ഞാൻ. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ അത് ചില കാര്യങ്ങൾ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ഉമ്മമാർക്ക് എനിക്ക് നൽകാനുള്ള ഒരു അസൈൻമെൻറ്റ്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ കുട്ടികളുടെ ഉപ്പമാരോട് നിർബന്ധമായും ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും ഡിവിഷനുകളും
തെറ്റാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ വീടുകളിൽ നമ്മൾ ജോലികളുടെ വിഭജനമുണ്ടാകും. സാധാരണയായി വകുപ്പ് വിഭജനങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ സാമൂഹ്യ സംവിധാനങ്ങളിലും നടക്കുന്നതാണ്. ആഭ്യന്തരം, ധനകാര്യം എന്നൊക്കെ പറയുന്നത് സാധാരണ പുരുഷന്മാരുടെ വകുപ്പുകളാകാമെങ്കിലും ആഭ്യന്തരം അത്രയ്ക്ക് പുരുഷന്മാരുടേതല്ല, യഥാർത്ഥത്തിൽ സ്ത്രീകളുടേതാണ്. അത് പുരുഷന്മാർ സമ്മതിച്ചു തരാത്തത് കൊണ്ടാണ് എന്നാണ് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. എങ്കിലും വിദ്യാഭ്യാസം പലപ്പോഴും സ്ത്രീകളുടെ മാത്രം ഒരു മേഖലയാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരിക്കലും ഉമ്മയ്ക്ക് ഉപ്പയാകാനോ ഉപ്പയ്ക്ക് ഉമ്മയാകാനോ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനാൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ IECIയെ പ്രതിനിധീകരിച്ച് ഞാൻ ഇപ്രാവശ്യത്തെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നത് വഴി ഇവിടെ ഉണ്ടാകേണ്ടുന്ന ഒരു മാറ്റം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ പുരുഷ രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെൻറ്റ് കുറേ കൂടി നമ്മളുടെ സ്ഥാപനത്തിലും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലും വിദ്യാഭ്യാസത്തിലും കൂടേണ്ടതുണ്ട് എന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഗൾഫിലുള്ളതാണെന്ന് ഞാൻ നേരത്തെ പ്രിൻസിപ്പളോട് അന്വേഷിച്ചിരുന്നു, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളമാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണാത്ത രക്ഷിതാക്കൾ മുഴുവൻ ആളുകളും ഗൾഫിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം പലപ്പോഴും താഴാൻ വിസമ്മതിക്കുന്ന ഷട്ടറുകളാണ് പലപ്പോഴും ഇത്തരം പരിപാടികൾക്കുള്ള തടസ്സം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഉപ്പമാരോട് പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ അടയാൻ വിസമ്മതിക്കുന്ന താഴാൻ വിസമ്മതിക്കുന്ന ഷട്ടറുകൾ ഇപ്പോൾ അത് വേണ്ട സമയത്ത് താഴ്ത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ദീർഘകാലം അത് താഴ്ന്നു കിടക്കേണ്ടുന്ന ഒരവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. മക്കളുടെ വളർച്ചയുടെ കാര്യത്തിൽ വേണ്ട പങ്ക് വഹിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ എന്നുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഗൗരവതരമായ ഒരു ചർച്ചയാവേണ്ടതുണ്ട് എന്നാണ്. സാധാരണയായി ആളുകളിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്രത്തിൽ ദിവസേനയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നു ആ ഞെട്ടൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമാണോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. കാരണം നമുക്കറിയാം, കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ബാക്കിൽ പോയിട്ട് അറിയാതെ ടോ എന്ന് കുട്ടികളൊന്ന് പറയുമ്പോൾ നമ്മൾ പേടിച്ചു എന്ന് നമ്മൾ ചിലപ്പോൾ നടിക്കാറുണ്ട്. അതുപോലെയാണോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഞെട്ടലുകളും എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മളുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അല്ലെങ്കിൽ +1 പഠിക്കുന്നവൻ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന മറ്റൊരു വാർത്ത, ഒരാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട, അതും മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ച് നിരന്തരമായി വളരെ ചെറുപ്പം മുതൽ തന്നെ ഉമ്മയോട് പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച്, അദബിനെക്കുറിച്ച് ഒക്കെ, ബഹുമാനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്നുള്ളത്, നിൻ്റെ മാതാവിനോട് നീ കടപ്പാട് കാണിച്ചു കഴിഞ്ഞാലും മതിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന്, പ്രവാചകരെ, ഞാൻ തവാഫ് ചെയ്യുന്ന സമയത്ത്, കാബയെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയെ ഞാൻ ചുമലിലേറ്റിയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത്, അത് മതിയാകുമോ ഞാൻ അവരോട് ചെയ്യുന്നതിന് പകരമായി എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അവൾ ഞരങ്ങുന്ന ഒരു ഞരക്കത്തിന് പോലും യഥാർത്ഥത്തിൽ അത് പകരമാവുകയില്ല എന്ന്. ഇത്തരം ധാരാളമായ കഥകൾ കേട്ടുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു കുട്ടി വളരെ ചെറുപ്പത്തിലേ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്നെ സ്വന്തം ഉമ്മയെ കൊല്ലുക എന്ന് മാത്രമല്ല, അതിനേക്കാൾ ക്രൂരമായ ന്യായീകരണം, എന്നെ ജനിപ്പിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് പറയുന്ന ഒരു ന്യായീകരണം പറയുകയും ചെയ്യുന്ന ഗുരുതരമായ അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, നേരത്തെ ഇവിടെ പ്രസംഗകരിൽ പലരും സൂചിപ്പിച്ചതുപോലെ, ഇതൊന്നും എൻ്റെ വീട്ടിൽ സംഭവിക്കുകയില്ല, എൻ്റെ മക്കൾ ഇങ്ങനെയല്ല എന്ന് നമ്മളിങ്ങനെ വെറുതെ വിചാരിക്കുകയാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കുട്ടികളുടെ 10 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പലപ്പോഴും രക്ഷിതാക്കൾ അതുവരെയുള്ള കുട്ടികളുടെ പെരുമാറ്റം, കുട്ടികളുടെയുള്ള അനുസരണം, മര്യാദ നിറഞ്ഞ പെരുമാറ്റങ്ങൾ, ലജ്ജാശീലങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകും, ഇതാണ് എൻ്റെ കുട്ടിയുടെ യഥാർത്ഥമായ ചിത്രം എന്നുള്ളത്. പക്ഷേ 10 വയസ്സിന് ശേഷം കുട്ടികൾ സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും
പലപ്പോഴും നമ്മൾ പറയുന്നതിന് കുട്ടികൾ മറുത്ത് പറയാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മറുത്ത് പറയുക എന്നുള്ളത് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കാര്യമല്ല. മറിച്ച് അവൻ്റെ വളർച്ചയിൽ പ്രകൃതിപരമായി നാച്ചുറലായി തന്നെ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ കൗമാരത്തിലെത്തിയതിനു ശേഷം, കുട്ടികൾ യൗവനാരംഭത്തിലെത്തിയതിനു ശേഷം കുട്ടികളുടെ ട്രാക്കുകൾ മാറിപ്പോയിരിക്കുന്നു എന്ന് ഞെട്ടലോടെ നാം മനസ്സിലാക്കുന്നത് പലപ്പോഴും അതിനുള്ള പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് നമ്മൾ അറിയണം. ഡോക്ടർ താരിഖ് സുവൈദാൻ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മാനേജ്മെൻറ്റ് ട്രെയിനറുണ്ട്. ഇസ്തംബൂളിലെ ഒരു സമ്മേളനത്തിൽ വെച്ച് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അദ്ദേഹവുമായി ദീർഘമായി ഈ കുട്ടികളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം എന്നോട് വ്യക്തിപരമായ സംഭാഷണത്തിലും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലും നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രായം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം എന്നാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മളുടെ കരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മളുടെ ജോലികളെക്കുറിച്ച് മുതിർന്നവർ, മാതാപിതാക്കൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുട്ടികൾ ചെറുതാണെങ്കിൽ പലപ്പോഴും നാം പറയും, കുട്ടികളല്ലേ, ചെറുതല്ലേ, വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ നോക്കാൻ പറ്റുന്നൊരു പ്രായമാണല്ലോ എന്ന തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, കുട്ടികളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ശ്രദ്ധിച്ചു തുടങ്ങി അവരെ സ്കഫോൾഡ് ചെയ്യുക എന്നൊക്കെ പറയും സാധാരണ എഡ്യൂക്കേഷനിസ്റ്റുകൾ അവരുടെ ഭാഷയിൽ. ഇങ്ങനെ കുട്ടികളെ ഒരു നല്ല പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരാൻ പാകത്തിനുള്ള പരിശീലനം നമ്മളുടെ വീടുകളിൽ നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യക്ക് കീഴിലുള്ള സ്കൂളുകളിൽ ഇത്രമാത്രം രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ മറുപടി അവിടെ ധാർമ്മിക പാഠങ്ങൾ കൂടി കുട്ടികൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ധാർമ്മിക പാഠങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പീരീഡ് വെച്ച്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്കൂളുകളിൽ ആഴ്ചയിൽ 8 മുതൽ 10 മണിക്കൂർ വരെ സമയം നിർബന്ധമായും ഇത്തരം ധാർമ്മിക പാഠങ്ങൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ കുട്ടികളുടെ ധാർമ്മിക പഠനം, മൂല്യവിദ്യാഭ്യാസം അല്ലെങ്കിൽ ദീനീ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വീട്ടുകാർ കൂടി രക്ഷിതാക്കൾ കൂടി അതിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു ടൈറ്റിലുണ്ട് മൂല്യവിദ്യാഭ്യാസത്തെക്കുറിച്ച്. അതിൽ മൂല്യവിദ്യാഭ്യാസം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്ന 3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കപ്പെടുന്ന മൂല്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി അതിൽ പറയുന്ന കാര്യം, കുട്ടികൾ കാണുന്ന ദ ഡൈക്കോട്ടമി ബിറ്റ്വീൻ ദ തിയറി ആൻഡ് പ്രാക്ടീസ്. അവരുടെ ക്ലാസ് റൂമുകളിൽ അവർ പഠിപ്പിക്കപ്പെടുന്ന മൂല്യങ്ങൾ മുതിർന്നവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി കുട്ടികൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ സത്യം പറയുക, പരദൂഷണം പറയാതിരിക്കുക, മാതാപിതാക്കളെ ആദരിക്കുക എന്നുള്ളത് പലപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ടോ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ള ഉത്തരമായിട്ടോ മാത്രം കുട്ടി പഠിപ്പിക്കുകയും മുതിർന്ന ആളുകൾ വളരെ കൂളായി നുണ പറയുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നു എന്നവർ കാണുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലാസ് റൂമിലെ 6 മണിക്കൂർ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് മൂല്യം നൽകാൻ കഴിയുകയില്ല എന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഡിസൈൻ IECI, അതിനു മുമ്പ് മജ്ലിസ് താലീമുൽ ഇസ്ലാമി ആരംഭിച്ച അതിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും കൈമാറ്റമല്ല, മറിച്ച് ഒരു കുട്ടിയെ മെച്ചപ്പെട്ട മനുഷ്യനാക്കാൻ ഉള്ള ഒരു പദ്ധതിയായി നമ്മൾ കാണുന്നു. കുറെ കൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതിക്ക് എപ്പോഴാണ് കോട്ടം തട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹമാണ് യഥാർത്ഥത്തിൽ അവരെ ദുഷ്ടന്മാരാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ മറ്റെവിടെയെങ്കിലും നോക്കിയത് കൊണ്ട് കാര്യമില്ല. അതിനാൽ കുട്ടികളുടെ ശുദ്ധ പ്രകൃതി എങ്ങനെയാണ് നമ്മൾ വെള്ളവും വളവും കൊടുത്ത് നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്നുള്ള ആലോചനയുടെ കൂടി ഫലമാണ് നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസം. അതിനാൽ എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അത് നമ്മളുടെ കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളതും മുലയൂട്ടുക എന്നുള്ളതും ഒരു തേർഡ് പാർട്ടിക്ക് നമ്മളൊരിക്കലും സബ് കോൺട്രാക്റ്റ് കൊടുത്തിട്ടില്ല എന്നതുപോലെ തന്നെ
നമ്മുടെ കുട്ടിയെ മെച്ചപ്പെട്ട മനുഷ്യനാക്കാനുള്ള പദ്ധതിയും പരിപാടിയും മറ്റൊരു കൂട്ടർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാൻ ഒരിക്കലും നമ്മൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായും കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ അന്യരുടെ സഹായം തേടാറുണ്ട്. രണ്ടുപേരും ജോലി ചെയ്യുന്ന വീടുകളാണെങ്കിൽ നമ്മൾ പലപ്പോഴും ബേബി സിറ്റിങ്ങിന് നമ്മൾ ആളുകളെ വിളിക്കാറുണ്ട്. വീട്ടിലെ പണികൾ ഒരുപാട് കൂടി വരുമ്പോൾ നമ്മൾ വീടുകളിൽ സഹായത്തിന് ആളുകളെ വിളിക്കും. പക്ഷെ ഒരിക്കലും നമ്മളുടെ കുട്ടിയുടെ മൊത്തം നമ്മൾ കഴുത്തും കത്തിയും ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയാറുണ്ടല്ലോ. അപ്രകാരം കുട്ടിയുടെ മൊത്തമായ നിയന്ത്രണം നമ്മൾ മൂന്നാമതൊരു കക്ഷിക്ക് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാറില്ല. കാരണം നമ്മളുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ്. നമ്മൾ കാണുന്നത് പോലെ മറ്റൊരാളും കുട്ടിയെ കാണുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ മദ്രസ എന്ന് പറയുന്ന സംവിധാനം തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്നതിനർത്ഥം ഞങ്ങൾ ഫീസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനാൽ ഇനി കുട്ടികളെ നന്നാക്കി അവർ തരട്ടെ എന്നുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പകരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായിക്കൊണ്ട് ധാർമ്മികാന്തരീക്ഷം പുലർത്തുന്ന ഒരു കുടുംബ സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 10-25 വർഷങ്ങൾക്ക് മുമ്പ്